Hi dear friends, welcome to my channel. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഗ്ലൂ ഗണ്ണുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം കേട്ടോ. ഈ ഒരു ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇതൊരു 3 വർഷത്തിൻ്റെ മേലെയായിട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ പുറത്തൊക്കെ ആകെ അങ്ങ് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല. നല്ല രീതിയിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നതാണ്. നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ്. നല്ല പവറുള്ള ടൈപ്പാണ്. 110 വോൾട്ട് മുതൽ 220 വോൾട്ടാണ് ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ വോൾട്ട്. ഗ്ലൂ ഗണ്ണൊക്കെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയിലാണ്. അപ്പോൾ നമ്മളത് ആ ഒരു വയർ എടുത്തിട്ട് നമ്മൾ പ്ലഗിൽ കുത്തി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ആകുമ്പം നന്നായിട്ടൊന്ന് ചൂടാവും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഈ ഒരു കോയിൽ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ആ കോയിൽ നന്നായിട്ടൊന്ന് ചൂടാവുന്ന കേട്ടോ. ചൂടാവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ചൂടായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ അകത്തുകൂടെ വരുന്നതാണ്. അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തണുക്കുമല്ലോ. ആ ഒരു മെൽറ്റായിട്ട് പിന്നെ അത് തണുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് വരുന്നത്. നമ്മളിത് ഈ ഒരു സ്റ്റിക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഹോൾ ഉണ്ടാവും ഇതിൻ്റെ ബാക്കിൽ, അതിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലാസ്റ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇങ്ങനെ കഴിയുന്ന സമയത്ത് നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുത്ത് വലിച്ചെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്ലൂ ഗൺ അങ്ങ് ചീത്തയായിപ്പോൾ നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്ത് അമർത്തി കൊടുക്കാൻ ചില സമയത്ത് ശരിക്കും ചൂടായിട്ടില്ലെങ്കിൽ മെൽറ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണ് കംപ്ലൈൻ്റ് ആയിട്ട് പോകും. ഈ ഗ്ലൂ ഗണ്ണിലേക്ക് ഇടുന്ന ഗ്ലൂ സ്റ്റിക്ക് ഈ ഒരു സൈസിലുള്ളതാണ് കേട്ടോ. കുറച്ച് നല്ല വണ്ണമുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിന് ഒന്നിന് 10 രൂപയാണ് റേറ്റ്. അപ്പം നമുക്ക് 8 രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ ചിലപ്പം കിട്ടാനുണ്ട്. എനിക്ക് കുറേ മുമ്പ് ഒരു 6 രൂപയ്ക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നല്ലൊരു ഓഫറാണെന്ന് വെച്ചിട്ട് ഞാൻ കുറേ വാങ്ങിച്ചു. പക്ഷേ അത് അത്ര കൊള്ളുമായിരുന്നു കേട്ടോ. ഒരു ലോക്കൽ ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ പോലെയായിരുന്നു. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി പോകുമായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഗ്ലൂ സ്റ്റിക്കിൻ്റെ ഒരു നല്ലത് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇതാണ് ഞാൻ പിന്നീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗ്ലൂ ഗണ്ണ്. കുറച്ച് ചെറിയ സൈസാണ്. ഇത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 350-400 ആ റേറ്റ് ഒക്കെ ആയിരുന്നു. എന്നിട്ട് എനിക്ക് ഓഫറിൽ 149 റിപ്പബ്ലിക്കിൻ്റെ ഒരു ഓഫറിൽ കിട്ടിയിട്ടുള്ളതായിരുന്നു. അതിന് നല്ല സ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് ഓൺ ഓഫ് ആക്കുകയൊക്കെ ചെയ്യാം. ആദ്യത്തെ അതിന് സ്വിച്ചൊന്നുമില്ല. നമ്മളത് ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ പ്ലഗ് തന്നെ പോയിട്ട് ഓഫ് ആക്കണം. ഇതിൻ്റെ വോൾട്ട് 110 മുതൽ 240 വോൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട് കേട്ടോ. നമുക്ക് 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ പറ്റും. മറ്റേത് നമ്മൾ ഓഫ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും അത് ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത്. അതിനൊക്കെ ഈ ഒരു സ്വിച്ച് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ കൂടുതലായിട്ടും ഇത് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ചുകൂടി നല്ലൊരു കംഫർട്ടബിളായിട്ട് തോന്നിയിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് സ്വിച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് ചെറുതുമാണല്ലോ. പക്ഷേ അത് ഇപ്പോൾ അത്ര വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇടയ്ക്കൊരു സ്റ്റക്കായിട്ട് പോകുന്നുണ്ട്. ചൂടാവുന്നൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ ചൂടാവുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് അതിൻ്റെ അകത്ത് എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം മക്കളൊക്കെ ഇനി ആരോ വലിച്ചെടുത്ത സ്റ്റിക്ക് വലിച്ചൊക്കെ അമർത്തിയൊക്കെ ചെയ്താൽ തന്നെ കംപ്ലയിൻറ്റ് വരും. ഇനി അങ്ങനെ എന്തോ വന്നാണോന്ന് അറിയില്ല. ചില സമയത്തൊരു സ്റ്റക്കായിട്ട് പോവും. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. നമ്മൾ ഈ ബോൾ പെന്നൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു സൈസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഗണ്ണും പിന്നെ അതുപോലെ 10 സ്റ്റിക്കും കൂടെ ഞാൻ 149 റുപ്പീസിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് 1.5 വർഷം മുമ്പാണല്ലോ. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ നല്ല റേറ്റ് കുറവുണ്ട്. നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റിക്കും കുഞ്ഞ് 2 ഗ്ലൂ ഗണ്ണൊക്കെ ആയിട്ട് തന്നെ നമുക്ക് 150 രൂപയ്ക്കൊക്കെ കിട്ടാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കളേർഡായിട്ടും ഒക്കെ ഉള്ള ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്. കളറായിട്ടുള്ളത് ഗ്ലിറ്റർ ടൈപ്പൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ വാങ്ങിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷേ വാങ്ങിച്ചിട്ടില്ല. ഇനി വാങ്ങിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലത്തെ ഇതുപോലെ 2 ടൈപ്പ് സ്റ്റിക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു നല്ല ഒരു എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്റ്റിക്കില്ലേ, അപ്പോൾ അതുപോലത്തെ സ്റ്റിക്ക് നോക്കി വാങ്ങിക്കുക. ഈ ഒരു വണ്ണമുള്ള സ്റ്റിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അത്ര ക്വാളിറ്റി ഉള്ള സ്റ്റിക്കല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോക്കൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത്. കാരണം അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന സമയത്തെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ടൈപ്പ് ഗ്ലൂ സ്റ്റിക്ക് തന്നെ നോക്കിയെടുക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെ ആ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു സ്റ്റിക്കിനേക്കാളും
നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ എന്തായാലും ഒരു ഗ്ലൂ ഗൺ നിർബന്ധമാണ് കേട്ടോ. കാരണം നമുക്കത് ഒട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാത്തവർക്കായാലും നമുക്ക് വീട്ടിലായാലും നല്ല യൂസ്ഫുൾ തന്നെയാണ് ഒരു ഗ്ലൂ ഗണ്ണ്. നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യം ഐറ്റംസൊക്കെ ഒന്നിങ്ങനെ പൊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പം അത് ഇളകി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പം അത് ഇളകി പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ കാര്യങ്ങളോ ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കുട്ടികൾക്കുള്ള ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ആയാലും ഇപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ മെറ്റീരിയലും ഏകദേശം എല്ലാ മെറ്റീരിയലും നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് അങ്ങനെ ഫാബ്രിക്കുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ എല്ലാ ക്രാഫ്റ്റിൻ്റെ വീഡിയോയിലും ഈ ഒരു ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ ഫെവിബോണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നല്ല യൂസ്ഫുൾ തന്നെയാണ്. ഗ്ലൂ ഗണ്ണ് നമുക്ക് എല്ലാ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലും സ്റ്റേഷനറി ഷോപ്പിലും അതുപോലെ ഓൺലൈനായിട്ടൊക്കെ കിട്ടാനുണ്ട്. നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഓൺലൈനിലൊക്കെ. അപ്പോൾ ഗ്ലൂ ഗണ്ണും അതുപോലെ കളേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കൊക്കെ ആയിട്ട് നല്ല ഓഫർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതൊന്ന് കയറിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.